ഹലോ ഗായ്സ്, അപ്പം ഇന്ന് മഴ ഉണ്ട്. അപ്പം ഇന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ സൈക്കിള് അതാ അവിടെ ഉണ്ട്. ഏതായാലും ഇന്ന് നടന്നു പോകുമ്പോൾ ഓഫീസിലേക്ക് 1.25 മണിക്കൂർ ദൂരമുണ്ട്. ക്യാപ്പ് ഇട്ടതിന് പിന്നിൽ ജസ്റ്റ് മുട്ട അടിച്ചിട്ടുണ്ട്. ഒരു സുഖമല്ല മുട്ടടിക്കാൻ, കാണുമ്പോൾ ഒരു സുഖമല്ലെങ്കിലും മുട്ടടിച്ച നമുക്കൊരു സുഖമാണ്. അയ്യോ കൊട. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷം പോകുന്ന വഴിക്ക് കാണാം. ബബായ്. കുറേയുള്ള മൽബറി ചെടി ഇവിടെ കാണുന്നില്ലേ? ഇവിടെ പല പാർക്കിലൊക്കെ ഇങ്ങനെ മൽബറി ചെടി ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുക. ഏകദേശം ഒരു മാസമൊക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കാറുള്ളൂ. അതായത് ഫ്രൂട്ട് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്ന കുറേ മൽബറി. അതിൻ്റെ തൊട്ട് താഴ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ മൽബറി പിന്നെ കൊഴിഞ്ഞ് കിടക്കണ കാണാം. ഇഷ്ടംപോലെ ഉണ്ടാവും. ഇപ്പോൾ ടൈം 8:37. നമ്മൾ ഇറങ്ങിയ ടൈം 8:37. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. എങ്ങനെ ഉണ്ടാവും നോക്കാം, രസം ഉണ്ടാവുമോ എന്നുള്ളത് വീഡിയോ. 20 ഡിഗ്രി സെൽഷ്യസ് ആണ് 7:41 കാണിക്കുന്നത്. ഇപ്പോൾ എത്രയാണെന്ന് നോക്കട്ടെ. റെയിൻ ഉണ്ടെന്ന് കാണിക്കുന്നത്. 18 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മൾ ഈ കുട ഇത് ജോസ്കോയുടെ കുടയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കാരണം ഇവിടെയുള്ള കുടകളധികവും ഒരു കാറ്റത്ത് പിന്നെ എന്തായി പോകുന്നതാണ്, ഇങ്ങനെ മടങ്ങി പോകുന്നതാണ്. അപ്പോൾ സ്ട്രോങ് കാറ്റിൽ നിൽക്കില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കാലം കോട കൊണ്ടുവരണം എന്നുണ്ട്. ഇവിടെയും കാലം കോട ഉണ്ട്. പക്ഷേ ഡോളർ അത്യാവശ്യം ഉണ്ടെങ്കിലും ഒരു $18 ഉണ്ട്. അപ്പം അത് ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കും, എന്താണെന്ന് അറിയില്ല. എന്തായാലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് സ്ട്രോങ് കുടയാണ്. സോറി, ഈ ബ്രാൻഡ് മാറിപ്പോയി. പോപ്പി അംബ്രല്ല ആണ് കേട്ടോ ഇത്. ഇപ്പം നമ്മളിങ്ങനെ നമ്മുടെ ഈ പാതയിലൂടെ ഇങ്ങനെ പോവാണ്. അവിടെ ഒരു സ്കൂളുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാലും ഒരു സ്കൂളുണ്ട്. ഇവിടെയൊക്കെ കാക്കൻ്റെ സൗണ്ട് കേട്ടോ. ഞാൻ കാക്കൻ അധികം കണ്ടിട്ടില്ല. ക്രോ ക്രോ കാക്ക ഒരു ശരിക്കും എന്താ പറയുക, അന്താരാഷ്ട്ര പക്ഷിയാണില്ലേ എല്ലാ സ്ഥലത്തും ഉള്ളത്. പിന്നെ ഇവിടെ നല്ല രസമുള്ള പിന്നെ ഓരോ പക്ഷികളെയും കാണാം. ഇന്നലെ ഞാൻ ഒരു പക്ഷിയെ ഷൂട്ട് ചെയ്യാൻ നോട്ട് മറന്നുപോയി. മൽബറി ചെടിയിൽ നമ്മളെ വീട്ടിലും മൽബറി ചെടി ഉണ്ട്. അപ്പോൾ മൽബറി ചെടിയുടെ അവിടെ വന്നിരുന്നൊരു പക്ഷിയെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാനിവിടെ അധികം ഉറുമ്പിനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കാണുന്ന തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പം ഓഫീസിൽ ഇങ്ങനെ സ്പ്രേ അടിക്കാൻ പിന്നെ അവിടുത്തെ സ്റ്റാഫ് നിന്ന സമയത്ത് ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉറുമ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു വർഷമായിട്ട് ഉറുമ്പിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ അവർക്കും അത്ഭുതം. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആണ് എന്തുകൊണ്ട് ഒരു സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് അവിടെ പിന്നെ ഇങ്ങനെ ഉറുമ്പിനെ കണ്ട്. ആദ്യമായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കണ്ടത്. പിന്നെ ഇവിടെ ഇഴജന്തുക്കൾ, പാമ്പ് അങ്ങനെയുള്ള സംഗതിയൊന്നുമില്ല. ഒരു ടൈപ്പ് പുഴുണ്ട്. ചിലന്തിനൊന്നും റൂമിലൊന്നും, ചിലന്തി കോക്രോച്ച് ഇതിനൊന്നും അങ്ങനെ റൂമിൽ കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ ചിലപ്പം എല്ലാം കുറച്ച് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ആയിരിക്കും അങ്ങനെയുള്ള സംഗതികളൊന്നും വരാത്തത്. നമ്മൾ ഇങ്ങനെ ഷോർട്ട് വേ ആണ് പോകുന്നത്, ബസ് റൂട്ടിനല്ല പോകുന്നത്, ഷോർട്ട് വേയിൽ പോവാണ്. നമ്മളിങ്ങനെ പുറത്ത് വെക്കാറുണ്ട്. അവിടെ ഒരു ക്ലോസറ്റ് വെച്ചുണ്ടോ, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ പല സംഗതികളും അങ്ങനെ വെക്കാറുണ്ട്. സോഫ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അപ്പോൾ ക്ലോസറ്റ് പിന്നെ അവർക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെക്കുന്നതായിരിക്കും. എന്തായാലും എല്ലാ സംഗതികളും ഒഴിവാക്കുന്ന സംഗതികൾ അങ്ങനെ പുറത്ത് വെക്കാറാണ് പതിവ്. പക്ഷേ എല്ലാ ആഴ്ചയിലും ഈ പിന്നെ ഇത് എടുക്കാൻ വരും, വേസ്റ്റ് എടുക്കാൻ വരും. അപ്പം ഓരോ സമയത്ത് ഓരോന്നാണ്. 3 തരം വേസ്റ്റാണ് പല പിന്നെ വീടുകളിലും ഉള്ളത്. ഒന്ന് ഫുഡ് വേസ്റ്റ്, അതായത് വെജിറ്റബിൾ വേസ്റ്റൊക്കെ. പിന്നെ രണ്ടാമത്തത് അല്ലാത്ത വേസ്റ്റുകൾ. അതായത് മൂന്നാമത്തെ സംഗതി പറഞ്ഞാൽ രണ്ടാമത്തെ സംഗതി എന്താണെന്ന് മനസ്സിലാവും. നമ്മളിങ്ങനെ നേരെ പോയിട്ട് പിന്നെ റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ബസ് റൂട്ടാണ്. നമ്മൾ ഈ റൂട്ടാണ് പോകുന്നത്. ഇത് സൈക്കിൾ പാത്താണ്.
വണ്ടികളൊന്നും അധികമല്ല. അപ്പോൾ ആ വഴി ഇതാ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വേസ്റ്റിൻ്റെ. മൂന്നാമത്തത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഈ റീസൈക്ലിങ് ചെയ്യാൻ പറ്റിയ ബോട്ടിൽ, പിന്നെ കാർഡ്ബോർഡ് അങ്ങനെയുള്ളതൊക്കെ ഇടാനൊരു വലിയ ബോക്സ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. മഴയുടെ സൗണ്ട് കേട്ടില്ലേ? കുടൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ ആയി. അപ്പം ബാഗൊക്കെ നനയുന്നുണ്ട്. പക്ഷേ നല്ല ബാഗാണ്. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം 1400 അമേരിക്കൻ ട്രാവലർ. നല്ല കംഫർട്ടായിട്ടുള്ള ബാഗാണ്. വലിയ കനുണ്ടെങ്കിലും അത്ര കന തോന്നിക്കില്ല. അപ്പോൾ നമ്മൾ ഔട്ട്ഫിറ്റിൻ്റെ വർത്ത് നോക്കണോ? നമുക്ക് ഏതായാലും ഔട്ട്ഫിറ്റിൻ്റെ വർത്ത് ഏതായാലും നടക്കുകയല്ലേ, സംസാരിച്ച് നടത്താം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷൂന്ന് തുടങ്ങാം. അത് സ്കെച്ചേഴ്സിൻ്റെ ഷൂ ആണ്. ഓരോന്നിനും ഓരോ കഥകൾ പറയാനുണ്ടല്ലോ. ഇവിടുത്തെ സ്കെച്ചേഴ്സ് ഇത് പിന്നെ ഞാൻ ഖത്തറിൽ നിന്ന് വാങ്ങിയതാണ്. കാരണം അവിടങ്ങളിലുള്ള സ്കെച്ചേഴ്സിൻ്റെ കുഷ്യന്, അതായത് കുറച്ചും കൂടെ സോഫ്റ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് അത്ര സോഫ്റ്റ് അല്ല. പിന്നെ വിലയിലും വ്യത്യാസമുണ്ട്. അവിടെ നിന്ന് വാങ്ങുന്നത് 150 റിയാലാണ്, ഏകദേശം 50 കനേഡിയൻ ഡോളറാണ്. ഇവിടെ $100-125 എന്നൊക്കെ പറയുമ്പോൾ വിലയിലും നല്ല മാറ്റങ്ങളില്ലേ. പിന്നെ അടുത്തത് ഈ ഒരു ടൈപ്പ് ടീഷർട്ട്. ഇതിങ്ങനെ ഷോൾഡർ ഇറങ്ങിയിട്ടുള്ള ടീഷർട്ടാണ്. എനിക്ക് ആദ്യമൊന്നും ഈ ടീഷർട്ട് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഇട്ടപ്പോൾ വളരെ കംഫർട്ടായി തോന്നി. പിന്നെ ഇതിങ്ങനെ ഞാൻ CMA പഠിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റിലെ. അവിടെ നിന്ന് പഠിച്ച സമയത്ത് അവിടെ ഈ അവസാന ദിവസങ്ങളിൽ കുട്ടികളോരോ അടിപൊളി സംഗതികളില്ലേ, അപ്പം അങ്ങനെ എല്ലാവരും ഇടുന്നത് അങ്ങനെ നമ്മൾ കളക്ഷൻ ചെയ്ത് പിന്നെ നമ്മളെ സൈസിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു സംഗതി. പിന്നെ ഇതിൽ വരുന്ന അടുത്തത് നമ്മുടെ ട്രാക്ക് സ്യൂട്ട്. പിന്നെ ഏകദേശം 700 രൂപ തോന്നുന്നുണ്ട്. പണ്ടൊക്കെ ട്രാക്ക് സ്യൂട്ട് വളരെ കുറഞ്ഞ ഇതിന് കിട്ടുമെങ്കിലും പിന്നെ ഇപ്പം ഈ നമ്മൾ എന്താ പറയുക, ടീഷർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ജംഷാദ്. അവനാണ് ഇതിൻ്റെ ഡിസൈനറും കോസ്റ്റ്യൂമറൊക്കെ തോന്നുന്നുണ്ട്. അവൻ്റെ ഐഡിയ ആണോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഈ ടീഷർട്ടിൻ്റെ പിന്നിൽ, അതിപ്പം കാണിക്കാൻ കഴിയില്ല, ടീഷർട്ടിൻ്റെ പിന്നിൽ ഒരു തിളങ്ങുന്നൊരു ടൈപ്പ് ഉണ്ട്. അതായത് തിളങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ രാത്രി പാർട്ടി ഉണ്ടല്ലോ അന്നത്തെ, ആ രാത്രി പാർട്ടിക്ക് ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഒരു തിളങ്ങുന്ന റിഫ്ലക്ഷനാണെന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ അവിടെ കയറുമ്പോൾ കാണിച്ചുതരാം. ആ ഒരു ട്രെയിൽ കയറുമ്പോൾ ബാക്കിലെ അങ്ങനെയുള്ള ടൈപ്പാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത് വാച്ച്, ഈ വാച്ചിൻ്റെ പിന്നിലും കഥ ഉണ്ട്. നമ്മൾ സാധാരണ വലിയ വിലയുള്ള വാച്ചൊന്നും വാങ്ങാറില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ചെയിൻ വാച്ചാണ് ഇഷ്ടം. അങ്ങനെ ഒരു ദിവസം വൈഫ് 5000 രൂപ വിലയുള്ള വാച്ച് വാങ്ങി. അവൾ ഉത്താത്തിയും കൂടെ കാസിയോയിൽ പോയപ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ചില്ലല്ലേ, അവൾ ഇത്ര വിലയുള്ള വാച്ച് വാങ്ങി. ഞാൻ സാധാരണ വാച്ച് യൂസ് ചെയ്യാറില്ല. അങ്ങനെ അതെ, പിന്നെ അങ്ങനെ കുറേ തപ്പി. കാരണം ഡയൽ ഇഷ്ടപ്പെടണമല്ലോ. അങ്ങനെ അവസാനം കണ്ടെത്തിയ ഡയലാണിത്. ഇതിന് ശരിക്കും ഏകദേശം 5000-ഓളം വില ഉണ്ട്. പക്ഷേ 3500-ാണ് ഓഫർ പ്രൈസ് കിട്ടിയത്. ലാസ്റ്റ് പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഡയലും കാര്യങ്ങളൊക്കെ. ഒരു റോമൻ സ്റ്റൈൽ ലെറ്ററൊക്കെ അല്ലേ. എനിക്ക് പൊതുവേ പല സംഗതികളും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനെപ്പോഴും 2 എണ്ണം വാങ്ങും. ഇതൊക്കെ ചോരുന്നുണ്ടല്ലോ, ജസ്റ്റ് നോക്കട്ടെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഷർട്ടിൻ്റെ ബാക്ക് സൈഡ് കാണുന്നുണ്ടോ? ഒരു പ്രത്യേക തരം ഡിസൈൻ അല്ല അത്. ഓക്കെ, അപ്പോൾ അത്. പിന്നെ ബാഗിൽ പിന്നെ ഇതുണ്ട്, നമ്മളെ ഫോർമൽസ് ഉണ്ട്. ഫോർമൽസ് ഞാൻ പൊതുവെ സ്റ്റിച്ച് ചെയ്യിക്കാറാണുള്ളത്.
ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു 35 കിലോമീറ്റർ ദൂരമുള്ള ഒരു ടയറിങ് ഷോപ്പുണ്ട്. ഞാൻ പണ്ട് നിന്ന സ്ഥലത്ത് കടലുണ്ടി ഭാഗത്ത്. അവർ സ്റ്റിച്ച് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവന് സ്റ്റിച്ച് ചെയ്യാം. ഇന്നത്തെ ഡ്രസ്സ് വൈറ്റും ഒരു ബ്ലൂ കളർ പാൻറ്റും ഉള്ളൊരു കോമ്പിനേഷനാണ് ബാഗിൻ്റെ ഉള്ളിൽ. പിന്നെ ബെൽറ്റ് ഇതിലില്ല, ബാഗിലുണ്ട്. ബെൽറ്റ് നമ്മുടെ ഒരു ഷൂ ബ്രാൻഡില്ലേ, ആ ഷൂ ബ്രാൻഡിൻ്റെ പേരെന്തോ ഒരു മരത്തിൻ്റെ ടൈപ്പ് വുഡ്ലാൻഡിൻ്റെ ആണ്. ഈ പലതും നമ്മൾ ബ്രാൻഡഡ് എടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ കുറേ കാലം നിൽക്കും, അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അങ്ങനെയുള്ളൊരു വ്യത്യാസം കേട്ടോ. അല്ല, ഞാൻ ഈ ബ്രാൻഡഡ് പേഴ്സണൊന്നും അല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഏതായാലും നമുക്ക് മുന്നോട്ടേക്ക് നടക്കാം. ഇവിടെ ഒരു സംഗതി കാണിക്കാനുണ്ടായിരുന്നു, നമുക്ക് പെട്ടെന്ന് കാണിക്കാം, പെട്ടെന്ന് എത്തണേ ഓഫീസിലേക്ക്. ഇവിടെ നമ്മൾ ചില കൺട്രീസിൽ കാണില്ലേ ലവ് ലോക്ക് എന്ന് പറഞ്ഞ സംഗതി. അത് ഇവിടെ ഇങ്ങനെ ആൾക്കാർക്കൊരു ഇതല്ലേ, ഹരഹരല്ലേ, ഇവിടെ ഇങ്ങനെ ലവ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ, എന്താ പേരൊക്കെ പിന്നീട് വായിക്കാം, നമുക്ക് ടൈമില്ല ഒന്നും വായിക്കാൻ. നമുക്ക് ഏതായാലും മുന്നോട്ട് പോവാം. അലാറം അടിക്കുന്നുണ്ട്, 2-3 അലാറം വെക്കാറുണ്ട്. അപ്പോൾ അത് മാക്സിമം എണീക്കേണ്ട അലാറത്തിൻ്റെ ടൈമാണ് നമ്മളിതിൽ വെച്ചത്. 8:52. എന്നിട്ട് പെട്ടെന്ന് കുളി കഴിഞ്ഞിട്ട് അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയിട്ട് പോകാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സമ്മറിലൊക്കെ ഈ ഒരു ഗ്രൗണ്ടിൽ, ആ വരുന്ന ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊരു വണ്ടി വരുന്നുണ്ടല്ലോ, ചിലപ്പോൾ ടൊറൻറ്റോൻ്റെ വണ്ടിയായിരിക്കും, നോക്കാം. സിറ്റിയുടെ, അതായത് സിറ്റിയുടെ വണ്ടിയാണ്. മെയിൻ്റനൻസിനൊക്കെ ഇവിടെ പുല്ല് ചെത്താൻ അങ്ങനെയൊക്കെ വരുന്നവരിങ്ങനെ കയറുന്നതാണ്. ഇതിൽ മോട്ടോറൊന്നും പറ്റില്ല, വെഹിക്കിളൊന്നും പറ്റില്ല. പക്ഷേ അത്യാവശ്യ സംഗതിയല്ലേ, മുനിസിപ്പാലിറ്റീൻ്റെ അല്ലേ, ആർക്കോ എന്തോ അടുപ്പിൽ ഇതാക്കാന്നല്ലേ പലപ്പോഴും പറയാറില്ല. അതുപോലെ ന്യായമായ സംഗതിയാണ്. പക്ഷെ അവർ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അടുത്ത് നടന്നു വരുമ്പോൾ നിർത്തി തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ ആ കാണുന്ന ഗ്രൗണ്ടില്ലേ, നമ്മുടെ ക്യാമറൻ്റെ ഇതിൽ കുറച്ച് വെള്ളം ഈർപ്പം കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുടച്ചിട്ട് ചെയ്യാം, അപ്പോഴത്തേക്ക് ആ ഭാഗത്തു. ഈ ഒരു പാർക്കിൻ്റെ പേര് നോക്കട്ടെ. നമ്മളിങ്ങനെ എല്ലാം കാണിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട്. ഇത് വേറെന്തോ ഇതാണല്ലോ എഴുതിയത്, വോളണ്ടിയർ പ്ലാന്റഡ് ഡൈവേഴ്സിറ്റി സ്പീഷീസ് ടൊറൻ്റ് ആൽബൺ. ഓക്കെ, ഗ്രീൻ ടൊറൻ്റ് അറ്റ് എനി ക്വസ്റ്റ്യൻ വോളണ്ടിയറെ കോൺടാക്ട് ചെയ്യുക, ഗ്രീൻ ടൊറൻ്റോ എന്ന് പറഞ്ഞിട്ട്. നല്ല കാര്യം. അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. നാട്ടിലെല്ലാം വെട്ടിക്കളയണമെന്നല്ല അറിയുള്ളൂ, ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നൊക്കെ അറിയുന്ന ഏറ്റവും നല്ല കാര്യമാണ്. അതാണ് നമ്മുടെ നാടിന് വേണ്ടത്. പ്രകൃതിയെ സംരക്ഷിക്കാതെ എന്ത് മണ്ണാങ്കട്ടുണ്ടാക്കിയിട്ടും ഒരു കാര്യമില്ല. അതായത് ഗാന്ധിജി പറഞ്ഞറിയില്ലേ, ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ളതാണ് റിയൽ ഡെവലപ്മെൻറ്റ്. അല്ലാതെ വെട്ടി നിരത്തി റോഡ് പണിയാനും അല്ലെങ്കിൽ അത്യാവശ്യത്തിന് വേണം. ഇപ്പോൾ നമ്മുടെ അവിടെ തന്നെ നാട്ടിൽ തന്നെ റോഡ് പണിതത് വലിയ വലിയ മരങ്ങൾ വെട്ടിമുറിച്ചിട്ടാണ് റോഡ് പണിതത്. അതായത് വർഷങ്ങളോളം ആരോ നട്ട എങ്കിലും നല്ല തണൽ മരങ്ങൾ വെട്ടിമുറിച്ചിട്ടാണ് റോഡ് പണിതിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ, കാരണം ഈ മന്ത്രിമാരൊക്കെ നമ്മൾ വിദേശത്ത് പിന്നെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് ഇതൊക്കെ കേട്ടിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് കണ്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവർ ചെയ്യുന്നത് വേറെ ആണ്. പിന്നെ അതിനനുസരിച്ചുള്ളൊരു കാര്യങ്ങളും അവർ ചെയ്യില്ലല്ലോ. അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ ഇതൊക്കെ നോക്ക്, എത്ര മനോഹരമായിട്ടാണ് പ്രകൃതിയെ സംരക്ഷിച്ചവർ പോകുന്നത്. ഇത് എന്തെങ്കിലും ഒരു അംശം ഏതെങ്കിലും ഒരു മന്ത്രിയുടെ തലയിൽ വന്നിട്ടുണ്ടാവുക. ഇവരൊക്കെ സഞ്ചരിക്കൽ മിഡിൽ ഈസ്റ്റ് ഒന്നല്ലല്ലോ, അധികം പോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണല്ലോ പോലെ. എന്തെങ്കിലും ഇതിൻ്റെ പദ്ധതിയുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഈ ഗ്രൗണ്ടിലായിരുന്നേ. പക്ഷേ ഈ സമ്മറിൽ എന്തോ ഇതാണ്, ഇത് 2 ബിന്നാണ്. ഈ ബ്ലാക്കിലാണ് റീസൈക്കിൾ ഇടൽ. ഗാർഡനിലധികം 3 എണ്ണം വെക്കാറില്ല, 2 എണ്ണം വെക്കാറുള്ളൂ. മറ്റേൽ അതർ, കാരണം പച്ചക്കറി വേസ്റ്റ് ഒന്നും ഇതിൽ കൊണ്ടുപോയിട്ടില്ലല്ലോ.
നമ്മളെ ഷൂ നനയുന്നുണ്ട് ഗൈസ്. അതിൽ വെള്ളം കയറിയ മണക്കില്ല പഠിച്ചോനെ. സാരല്ല, ഏതായാലും നനഞ്ഞ് ഇനി ഏതായാലും കുളിച്ചിറങ്ങാന്നല്ലാതെ കുറച്ചും കൂടെ നീളം കുട വാങ്ങണമായിരുന്നു. അപ്പോൾ കണ്ടില്ല, ഇത് മേപ്പിൾ ട്രീ ആണ്. ഞാനിവിടെ ഫസ്റ്റ് ഖത്തറിൽ വന്ന സമയത്ത് പിന്നെ ഞാൻ വിചാരിച്ച കാനഡ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് കാനഡ ഫ്ലാഗിലുള്ള ഇല ഉണ്ടല്ലോ, അത് കഞ്ചാവിൻ്റെ പിന്നെ ഇല എന്നാണ് വിചാരിച്ചത്. കഞ്ചാവിൻ്റെ ഇല ഏകദേശം മേപ്പിൾ ട്രീൻ്റെ പോലെ സമാനമാണല്ലോ. അങ്ങനെ പിന്നെ ഇവിടെ കഞ്ചാവ് ലീഗലാക്കിയിട്ട് ഏകദേശം 5 വർഷത്തോളമായിട്ടുള്ളൂ. അപ്പോൾ ഫ്ലാഗിലാണെങ്കിൽ കഞ്ചാവിൻ്റെ ഇലയും. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ എന്താ ഒരു ലീഗലാക്കാൻ ഇത്ര വൈകിയത്. കാരണം അവർ ഒഫീഷ്യൽ ലീഫ് എന്ന് പറയുമ്പം അത് ലീഗലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് കഞ്ചാവിൻ്റെ ഇല അല്ലായിരുന്നു, മേപ്പിൾ ലീഫായിരുന്നു എന്നുള്ളത്. അത് ഞാൻ നമ്മളെ ഡയറക്ടറോട് പറഞ്ഞേ. നമുക്ക് നമ്മളെ ഇതിൽ 4 ഡയറക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ അതിലൊരു ഡയറക്ടറോട് ഭയങ്കര ചിരി. ഓക്കെ, അപ്പോൾ നമ്മളിത് ക്രോസ് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യുക. ആ ഒരു ട്രാക്കിലെത്തിയിട്ട് അവിടെ സൺഫ്ലവറിൻ്റെ ഇത് കാണാം. ഇനി നമുക്ക് സൺഫ്ലവറിൻ്റെ വിശേഷങ്ങളിൽ പോവാം. ഇത് ഞാൻ കഴിഞ്ഞ വർഷമൊന്നും ഇതില്ലായിരുന്നു. ഇത് കാട് വെട്ടിത്തെളിക്കാത്തതുകൊണ്ട് വളർന്നു വന്നതാണോ എന്നറിയില്ല. ഇത് അഗ്രികൾച്ചറൽ ലാൻഡ് കണ്ട പക്ഷി ഭംഗിയുള്ള പക്ഷി. നമ്മൾ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ പാറും. അങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള പക്ഷികൾ നമ്മുടെ നാട്ടിലും ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പൊതുവെ ഗ്രാമങ്ങളിൽ കാണാത്തായിരിക്കും. അപ്പം പിന്നെ അഗ്രികൾച്ചറൽ അല്ലാന്നാണ് വിചാരിക്കുന്നത്. വെറുതെ കാട് ഇങ്ങനെ വെച്ചപ്പോൾ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കണ്ടില്ല എഴുതിട്ടത് മോട്ടോറൈസ്ഡ് വെഹിക്കിൾ പ്രൊഹിബിറ്റഡ് ഈ വഴിയിലൂടെ. പിന്നെ യുവൻഡല ഗാർഡൻ പ്ലോട്ട്സ്, അതാണ് ആ ഗാർഡൻ്റെ പേര്. ഷെയർ ദ റോഡ്. സൈക്കിൾ ഇതിന് റോഡ് ഷെയർ ചെയ്യാൻ. എന്തായാലും സൈക്കിൾ ട്രാക്കാണ് ഇത് ഷെയർ ചെയ്യേണ്ടത്. നടപ്പാതകളും വഴിയാത്രക്കാരും അതുപോലെ തന്നെ സൈക്കിളുമാണ്. ഇവിടെ മോട്ടോറല്ല, അവിടെ എല്ലാം മോട്ടോർ ടൈപ്പ് വെഹിക്കിളല്ല അവിടെ എല്ലാം. പിന്നെ കണ്ടോ ഗാർഡന് കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തൊട്ടാവാടിയുടെ വേറെ ടൈപ്പ് ചെടിയും കാണുന്നുണ്ട്. ഇത് ഫ്ലവർ ലാവൻഡർ അല്ലല്ലോ, അറിയില്ല. അപ്പോൾ നമുക്ക് എളുപ്പം എങ്ങനെയാണെന്നറിയാം മനസ്സിലാക്കുക ഒരു ചെടിയുടെ അത്. നമ്മളിങ്ങനെ ലേറ്റായി വരുന്നുണ്ട് കേട്ടോ. 9:05 പെട്ടെന്ന് ഓഫീസിലെത്തണം. 9:30 മുതൽ 6 മണി വരെയാണ് ഓഫീസ് ടൈം. ഇപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു കറക്റ്റ് ഇത് ഒന്നും അവിടെ ഇതില്ല. പണി കഴിഞ്ഞ് പോകാമെന്നുള്ളതൊക്കെയാണ് അവിടെ മെയിൻ. എന്നാലും നമ്മൾ ടൈമിന് എത്തുക. പണി കഴിഞ്ഞ് പോകാമെന്നുള്ളതൊന്നുമല്ല കേട്ടോ. അങ്ങനെ അവർ അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ല പറയുക, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ് സംഗതി. മാനേജ്മെൻറ്റൊക്കെ ഫ്ലെക്സിബിളാണ് ആ രീതി. പിന്നെ ഇവിടെ വർക്ക് ടൈപ്പ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പിന്നെ എന്താ പറയുക, ദൈവത്തിൻ്റെ സ്തുതി, നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയല്ലോ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഈ പച്ചപ്പൊക്കെ കണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ വർക്കിന് പോകാമെന്നൊക്കെ പറയുന്നത് അത് വ്യത്യസ്ത വൈബാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെടാനുള്ള റീസൺ. എപ്പോഴും വർക്ക് ചെയ്യുമ്പം പിന്നെ കുറച്ചൊരു ഭംഗിയും അതുപോലെ ഇൻകം കിട്ടണം. അങ്ങനെയുള്ളൊരു കൺട്രി ആകുമ്പോൾ എപ്പോഴും എന്താ പറയുക, നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ ഡ്രീം കൺട്രി സിംഗപ്പൂരായിരുന്നു. അതിന് പ്രത്യേക റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ നാടിനടുത്താണ്, 4.5 മണിക്കൂറുള്ളൂ. അത്യാവശ്യം പേയ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു 2016 ജോലി ആവശ്യാർത്ഥം. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, സമയത്തൊരു 2012 ഒരു റൈറ്റ് ഉണ്ടായിരുന്നു, കലാപം. അതായത് ഏതൊരു സിംഗപ്പൂരിയൻ ബസ് ഡ്രൈവറെ ഒരാൾ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ. ഈ ഇന്ത്യക്കാർ പൊതുവെ, പിന്നെ ഇന്ത്യക്കാരെ കുറ്റം പറയില്ല അവിടെ, കാരണം ഇന്ത്യ വലുതാണ്. അപ്പോൾ സംസ്കാരങ്ങളും വ്യത്യസ്തമാണ്. അപ്പം ഒരേ ടൈപ്പ് സംസ്കാരം നമുക്ക് എല്ലാവരുടെ അടുത്തും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത്ര
ജനസംഖ്യ വലുതായതുകൊണ്ട് പല സ്ഥലങ്ങളിലും ആൾക്കാരെത്തുമ്പോൾ പലതരം ഇതൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ലിറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഒരുത്തൻ ചാടി കയറി ബസ്സിൽ, അവന് കാല് സ്ലിപ്പായിട്ട് വീണ് പോയി. അതിനു മുമ്പൊക്കെ ഈ കൺട്രിയിൽ ഇന്ത്യൻസിനൊന്നും ഹയർ ചെയ്യാനൊന്നും വലിയ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏതായാലും അവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞ ഇന്ത്യക്കാർ അവർ കയറി അടിച്ചു. അത് ചിലപ്പോൾ അവിടുത്തെ തമിഴ് സിറ്റിസൺ ആയിരിക്കും. എന്തായാലും നമ്മളൊരു ഫേസ് കളറും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ എന്നാലും നമ്മൾ വേർതിരിക്കുമല്ലോ ഇന്ത്യക്കാർ അങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെ ആ ഡ്രൈവർ അടിച്ചിട്ട് ഒരു മരിച്ചു പോവേ അല്ലെങ്കിൽ അങ്ങനെ അടിയിൽ ഇവർക്ക് ജനരോഷം വന്ന് അങ്ങനെ അടുത്ത ഇലക്ഷനിൽ അത് റിഫ്ലക്റ്റായി ആ ഗവൺമെൻറ്റിനെ അവർ അടിമുടി മാറ്റി. അപ്പം പുതിയ വന്ന ഗവൺമെൻറ് എല്ലാ നാട്ടിലും ഒരു ഗവൺമെൻറ് ഫോർ ഒരു ഗവൺമെൻറ് എഗെയിൻസ്റ്റ് അങ്ങനല്ലേ. അപ്പോൾ ഇവിടെ അതേപോലെ ഉണ്ട്. ട്രൂഡോ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഒക്ടോബർ 2025 അല്ലെങ്കിൽ ഈ ഇയറിലാണോ എന്നറിയില്ല. അപ്പം മിക്കവാറും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി യങ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര നമ്മളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെയുള്ള പ്രധാനമന്ത്രിമാരൊക്കെ വേണമെന്ന് പറയും. പക്ഷെ തുടർ ഭരണം കിട്ടുമ്പോൾ അവർ എന്താ പറയുക, ചിലപ്പം ഒന്ന് സിറ്റുവേഷൻ ചിലപ്പം ഹാൻഡിൽ ചെയ്യാൻ ഇപ്പം നമ്മളിത് പറയാൻ ആരാണത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അവർ ഇപ്പം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അക്കൗണ്ട്സിലാണ്. ഇപ്പോൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ഞാൻ കേപ്പബിളാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ പ്രസിഡൻ്റായിട്ട് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലൊക്കെ ഇതാക്കുകയാണെങ്കിൽ അവരത് കേപ്പബിളാണെന്ന് ചിന്ത ഉണ്ടായിട്ടല്ലേ ചെയ്യുന്നത്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഭയങ്കരമായിട്ടുള്ള വിലവർദ്ധനവാണ് ഇവിടെ ഇപ്പോൾ ഉള്ള. റെൻ്റ് കൂടി, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. വീടെടുത്തവരൊക്കെ ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പിന്നെ ഈ ട്രൂഡോ ഇമിഗ്രേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് ആണെന്നാണ് കേട്ടത്. പക്ഷേ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുക, ഇവിടെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഗവൺമെൻറ് ട്രൂഡോ മിക്കവാറും ഇറങ്ങുന്നതാണ് പല ആൾക്കാരും പറയുന്നത്. ഈവൻ ഇമിഗ്രേഷനായി വന്ന് ഇവിടുത്തെ സിറ്റിസണായ ആൾക്കാരൊക്കെ ട്രൂഡോനെ അഗെയിൻസ്റ്റാണ്. ഓഫീസിൽ ഒരു ലേഡി ഉണ്ട്. അപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ ഓഫീസിൽ 3 ആൾക്കാർക്ക് കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടി. അവർ കുറേ വർഷമായിട്ടുള്ളതായിരുന്നു. ഒരു 10 അല്ല, ഒരാളുടെ 4 വർഷം, മറ്റൊരു 10 വർഷം ഒക്കെ ആയിട്ടുള്ളതാണ്. അവർക്ക് അറിയണ്ട് ട്രൂഡോന് വോട്ട് ചെയ്യില്ല എന്ന്. അതായത് അവർ ഇമിഗ്രൻ്റായി വന്നിട്ട് അവർ സിറ്റിസൺഷിപ്പ് കിട്ടിയപ്പോൾ അവർ നേരെ ഉൾട്ട തിരിയാണ്. അപ്പോൾ എല്ലാവരും നോക്കൽ സ്വയം കാര്യങ്ങളാണ് പൊതുവെ നോക്കുക. കാര്യം നടന്നു കഴിഞ്ഞാൽ കാര്യം കാണുന്നവരെ നാരായണ പിന്നെ കോരായണ അല്ല കൂരായണ അങ്ങനല്ലേ ഏതോ ഒരു പഴഞ്ചൊല്ലുള്ളത്. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ സിംഗപ്പൂരായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതിന് ശേഷം നെക്സ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ അവരെന്ത് ചെയ്തു, ഇമിഗ്രേഷൻ പറ്റ സ്റ്റോപ്പാക്കി. ആ സമയത്ത് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നതും ഒക്കെ എപ്പോഴും എല്ലാ കൺട്രിയിലും എത്തുകയാണെങ്കിൽ ഏറ്റവും നേരത്തെ എത്തുക എന്നുള്ളതാണ്. കാരണം റൂൾസ് എപ്പോഴും സ്ട്രിക്റ്റ് ആവും. നാളെ റൂൾ സ്ട്രിക്റ്റ് ആവില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. റൂൾ എപ്പോഴും എല്ലാ രാജ്യങ്ങളിലും സ്ട്രിക്റ്റ് ആവും. നമുക്കിത് കടന്നിട്ട് ബാക്കിയുള്ള സംസാരിക്കരുത്. ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ്മൺ റോഡാണ് ആ കാണുന്ന റോഡ്. ഇതിനെ പറയല് ഗറ്റിനോ ഹൈഡ്രോ കോറിഡോറോ അങ്ങനെ എന്തൊക്കെയാണ് പറയല്. എല്ലാം തലയിൽ കയറ്റി വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ 2016 2 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. വളരെ കുറവ് ഇൻ്റർവ്യൂ ആണ് കിട്ടിയത്. ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മാക്സിമം ഇപ്പോൾ ഇപ്പോൾ ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ക്യാമറയുടെ പകരം മൊബൈലായിരിക്കും ഉണ്ടാവുക. അതിൽ നമ്മൾ ആപ്പിലൂടെ അപ്ലൈ ചെയ്യും, മെയിൽ സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ളൊരു ശീലക്കാരനാണ് ഞാൻ. നമ്മൾ ഒരു സംഗതി ചെയ്യുമ്പോൾ അതിലേക്ക് മുഴുകി ചെയ്യാന്നുള്ളതാണ്. പക്ഷേ സിംഗപ്പൂരിൽ അങ്ങനെ ഇൻ്റർവ്യൂ കോൾസ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല. എന്നാലും ഒരു 4 ഇൻ്റർവ്യൂ കോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
ഞാൻ ഈ കിളിയാണ് കേട്ടോ. ഞാൻ രാവിലെ വന്നപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പം പറഞ്ഞ ഒരു കിളി മൽബറി ചെടിയിൽ വന്നെന്ന് പറഞ്ഞത് ആ ടൈപ്പ് കിളിയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് തെന്നി മാറുന്നുണ്ട്. കണ്ടോ, ആരാണ് ഇങ്ങനെയുള്ള വേസ്റ്റൊക്കെ ഇടുന്നതെന്ന് ആർക്കറിയാം. കാരണം ഈ ഒരു ഗാർഡനിൽ കുറേ വേസ്റ്റ് ബിന്നുണ്ട്. എന്നാലും ആൾക്കാർ സംസ്കാരമില്ലായ്മ എന്ന് തന്നെയാണ് പറയുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ പറയാം, അവിടെ ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാറിലൊക്കെ ആണെങ്കിൽ ഞാൻ കാറിൽ മുട്ടായി വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുട്ടായി വേസ്റ്റ് കാറിൽ ഇതിൽ പൊതുവെ വെക്കാറാണ് ചെയ്യൽ. എന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ, കാരണം അത് നമ്മൾ ശീലിക്കണം. നമ്മളെപ്പോഴും ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. നമ്മളിങ്ങനെ അഹങ്കരിക്കുന്നത് എപ്പോഴും. കാരണം പിന്നെ ഒന്നാലോചിക്ക്, നിങ്ങൾ വെറുതെ ഒന്ന് സ്പേസിനൊരു വിശാലത എടുത്ത് നോക്കി. അതിൽ ഏതോ ഒരു ചെറുത് ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തരിമ്പിൻ്റെയും പിന്നെന്താ പറയുക, അതിനും കാട്ടി ചെറുതാണ് ഭൂമി. എന്നിട്ടാണ് മനുഷ്യന്മാർ അഹങ്കരിക്കുന്നത്. ദൈവം ഉണ്ടാക്കി തന്നെ പിന്നെ ഭൂമിയെ നമ്മളെന്ത് ചെയ്യണേ, മലിനമാക്കുന്നത്. എന്ത് കഷ്ടമല്ലേ. എന്ത് ചെയ്യാം. ആ നാട്ടിൽ ആണെങ്കിൽ ഒരു പ്രോപ്പർ വേസ്റ്റ് ബിൻ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈവൺ എങ്കിൽ കോഴിക്കോട് നമ്മൾ മെഡിക്കൽ കോളേജ് കാണുന്നൊരു ഇതുണ്ട്. നമ്മൾ വേസ്റ്റ് ഇടുന്ന അവിടെ ഡെയിലി ഇവർ വന്ന് എടുക്കാറുണ്ട്. അവിടെ കൊണ്ടിടാൻ നേരത്തെ അവർ പറഞ്ഞു ഇവിടെ ഇടാൻ പറ്റില്ല എന്ന്. എന്താ ചെയ്യുക. അപ്പോൾ പിന്നെ ചില ആൾക്കാർ പൈസക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഒരു 100 രൂപയും ഇതും കൊടുത്തപ്പോൾ വേസ്റ്റ് കൊടുത്തപ്പോൾ അവർ അത് എടുത്തും ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എവിടെ ഇടാൻ പറ്റുക, കത്തിച്ച് കളയാൻ പറ്റും ഈ പ്ലാസ്റ്റിക്കൊക്കെ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കൊക്കെ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ വീട്ടിൽ പാലിച്ച് പോരുന്ന ചില സംഗതികളുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, ഒന്ന് പിന്നെ എപ്പോഴും വണ്ടിയിൽ പിന്നെ ആക്റ്റീവയിലാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ കാറിലാണെങ്കിലും ഒരു ചെറിയ ബക്കറ്റ് വെക്കും. ആക്റ്റീവയിൽ സഞ്ചിയാണ് വെക്കുക, കാറിൽ ഒരു ചെറിയ ബക്കറ്റ് ഉണ്ടാവും. അതായത് ഈ ചിക്കനും ഫിഷൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആ ബക്കറ്റിൽ ഇട്ടിട്ടാണ് വാങ്ങൽ. അതുപോലെ തന്നെ പിന്നെ സഞ്ചിയിൽ വെജിറ്റബിളും വാങ്ങും. അത് ഇപ്പം ചെയ്തു പോരുന്ന ശീലമാണ്. നല്ലതായതുകൊണ്ട് കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രകൃതി വളരണം. നമ്മുടെ നാട് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജീവിക്കാനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ പിന്നെ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും ഇപ്പോൾ ഞാൻ അക്കൗണ്ട്സിലാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ ആവശ്യത്തിനുള്ള ഒരു എമൗണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ മാക്സിമം എത്ര കിട്ടുക, അക്കൗണ്ട്സിനൊരു 12-15 വെച്ചിട്ട് അതും നമ്മുടെ നാട്ടിലെ എക്സ്പെൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്, ജീവിക്കാൻ പറ്റുമോ? ഇപ്പോൾ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ അങ്ങനെ വിട്ടുനിന്നിട്ട് ഫാമിലിനെ വിട്ടുനിന്നിട്ട് കുറഞ്ഞ ഡിസ്റ്റൻസിൽ പോയി വർക്ക് ചെയ്യാനും വലിയ താല്പര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന എത്ര 35 അപ്പോൾ ആ ഒരു റീസണാണ് പുറത്ത് പോകാൻ. അല്ലാതെ പിന്നെ ഇവിടങ്ങളിലൊക്കെ എത്തി വർക്ക് ചെയ്യണം എന്നൊന്നും ഒരു തരത്തിലുള്ള പിന്നെ ആഗ്രഹമില്ല നമുക്ക്. ഇപ്പം ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, സൂര്യൻ വളരെ അടുത്താണ്. ഞാൻ കുറച്ചൊക്കെ ഒന്ന് കറുത്ത് പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ ഇവിടെ വന്നതിന് ശേഷം. പലപ്പോഴും ഇപ്പം എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇവിടെ മഞ്ഞല്ല, അപ്പോൾ കുറച്ച് ഫെയർ ആവുമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ നമ്മൾ കറക്കുക ചെയ്യുന്നത്. കാരണം സൈക്കിൾ നമ്മൾ പോകുമ്പോൾ പിന്നെ ഡെയിലി ഒരു 1/2 മണിക്കൂറൊക്കെ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് സൺക്രീം ഇല്ലെങ്കിൽ സൺക്രീം അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഏതായാലും പിന്നെ സൂര്യൻ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് ചൂടേൽക്കും, ക്യാൻസറൊക്കെ വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ നെഗറ്റീവ് പോയിൻറ്റ്സും ഇങ്ങനെയുള്ള കൺട്രീസിലുണ്ട്. നമ്മുടെ നാട്ടിൽ പിന്നെ ഇവിടുത്തെ പിന്നെ നമസ്കാര സമയം, പിന്നെ സുബഹി, ഇതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് കേട്ടോ. സുബഹി 4:15, ളുഹർ 1:30, അസർ 5:30, അതൊക്കെ ഓക്കെ. മഗ്രിബ് 8:15, ഇശ എത്രയാണെന്നല്ല 10:45. അപ്പം അത് ചില സമയങ്ങളിൽ അടുത്തും വരും, ചില സമയങ്ങളിൽ വിട്ടും വരും. അതെന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ്റെ നമുക്കറിയില്ലോ
നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൻ്റെ ഓരോ ഇതിപ്പം മതം അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയാണ്. നമുക്ക് 5 നേരം പിന്നെ മസ്റ്റായിട്ട് നമസ്കരിക്കണം. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് എത്രമാത്രം സൗകര്യങ്ങളാണ് ദൈവം തന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഓക്സിജൻ വരെ പിന്നെ ഇത് ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിത് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഒരു സിലിണ്ടറിന് എത്ര കൊടുക്കേണ്ടി വരും. പിന്നെ വെള്ളം എന്താ ഇവിടെയൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് ദൈവം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങുകയാണ്. ഇനി നാളത്തേതൊക്കെ തന്നെ വെള്ളം കിട്ടാത്തൊരവസ്ഥയിലൊക്കെ വരും. അതേ സമയത്ത് ദൈവം, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിൽ വളരെ കുറവായിട്ടുള്ള സംഗതികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇസ്ലാമിക പ്രകാരം 5 നേരമാണ് മസ്റ്റായിട്ട് നമസ്കരിക്കേണ്ടത്. അതിൽ ഓരോ നമസ്കാരത്തിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പോൾ സുബഹി ആണെങ്കിൽ പിന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് സുബഹിയുടെ ടൈം. ചക്രവാളത്തിൽ ഉദിച്ചു വരുന്ന അങ്ങനെ ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ നമസ്കാരം സുബഹി നമസ്കരിക്കാൻ പറ്റില്ല. നമ്മൾ ഫർള് സുന്നത്ത് എന്നാണ് പറയല്. ഫർള് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിട്ട് കളയാത്ത, മീൻസ് ഒരിക്കലും നമ്മൾ മസ്റ്റായിട്ട് ചെയ്തോളണം. അതാണ് ഫർള്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ഗുണമുണ്ട്, കൂലി കിട്ടും. ചെയ്തില്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ശിക്ഷ ഉണ്ടാവില്ല എന്നുള്ളതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമസ്കാരം ഫർളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സുബഹി മനസ്സിലായില്ല, ചക്രവാളത്തിൽ ഉദിക്കുന്ന സമയത്ത് ഉദിച്ചു കഴിഞ്ഞാൽ സുബഹി നമസ്കരിക്കാൻ പറ്റില്ല. ഈ ലുഹർ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നമസ്കരിക്കുന്നതാണ്. അതായത് ആ സമയത്ത് ബാങ്ക് കൊടുക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സൂര്യൻ നമ്മുടെ തലക്ക് തൊട്ട് മുകളിലായിരിക്കും. അതായത് തൊട്ട് മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിഴൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നിഴൽ കാണില്ല, കാരണം നമ്മൾ തൊട്ട് മുകളിലാണുള്ള സൂര്യന്. അസർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഹൈറ്റും പിന്നെ നിഴലിൻ്റെ ഹൈറ്റും ഒരേ രീതിയിൽ വരുന്നതാണ് അസർ നമസ്കാരത്തിൻ്റെ സമയം. പിന്നെ മഗ്രിബ് അസ്തമിക്കുന്ന സമയത്താണ്. പിന്നെ ഈ സുബഹി മഗ്രിബ് ഇശാൻ്റെ ഒക്കെ എന്തെങ്കിലും വ്യത്യസ്തം ഉണ്ടെങ്കിൽ ആൾക്കാരെ അറിയിക്കണേ. അതുതന്നെയാണ്. പിന്നെ കാരണം ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നതല്ലേ, പിന്നെ കുറേ കാലം അത് റിമെമ്പർ ചെയ്യാത്ത സമയത്ത് ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എപ്പോഴും ഓക്കെ, എന്തായാലും നമ്മൾ കം ടു ദ പോയിൻറ്റ്. ഇഷ എന്ന് പറഞ്ഞാൽ പിന്നെ അത് അസ്തമന ശോഭ മായുന്ന സമയത്ത് കൊടുക്കുന്നതാണ് ഇഷ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 5 സുബഹി, ലോഹർ, അസർ, മഗ്രിബ്, ഇഷ. ഓക്കെ, 5 നമസ്കാരങ്ങളാണ്.